ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവൽ ബ്ലോഗ്സ് 25. ഇന്ന് നമുക്ക് ഒരു സ്പൈസി കോൺ റെഡിയാക്കിയാലോ? സ്പൈസി ആയിട്ടൊരു കോൺ നമുക്ക് ചെയ്താലോ? ഈസി ആയിട്ടൊരു കുക്കിംഗ് റെസിപ്പിയാണ് ഇത്. നമുക്ക് ഇപ്പോൾ കോണിൻ്റെ സീസണാണേ. നമുക്കൊരു കോൺ എടുത്ത് ഫ്രഷായിട്ട് അതിനെ കട്ട് ചെയ്ത് 3-4 പീസ് ആക്കാവേ. ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ നാരങ്ങയും കൂടെ ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് മസാലയും. ആദ്യം നമുക്ക് ഈ കോണിനെ 4ആയിട്ട് കട്ട് ചെയ്ത്, ഞാൻ ഒരു കോൺ എടുത്തിട്ടുള്ളേ. നമുക്കതിനെ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ച് 2 സ്പൂൺ ഉപ്പുമൊക്കെ ഇട്ട് കുക്കറിൽ വെച്ച് 3 വിസിൽ കേൾക്കണേ. 3 വിസിൽ കേട്ടാലേ നന്നായിട്ട് വേഗത്തോളം കേട്ടോ. അങ്ങനെ 3 വിസിലടിച്ചതിന് ശേഷം നല്ല കണക്ക് വെന്ത് അപ്പോഴത്തേനും നമുക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. നാരങ്ങയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. അങ്ങനെ നമുക്ക് സ്പൈസി ആയിട്ടുള്ള കോൺ റെഡിയാക്കാം. അങ്ങനെ നല്ല വെന്ത കോണിനെ എടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ആ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ ഫുള്ളായിട്ട് തേച്ച് റെഡിയാക്കാം. നല്ല കണക്ക് നാരങ്ങ റെഡിയാക്കി നാരങ്ങ ഫുള്ള് എല്ലാത്തിനും ചുറ്റും നാരങ്ങ നല്ല കണക്ക് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നമുക്കതിനെ തേച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ടായിരുന്നേ, അപ്പം എന്നാലും ഞാൻ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോ എടുക്കണ്ടേ, അതിന് ആ ടൈമിൽ തന്നെ ഞാനതിനെ റെഡിയാക്കി വെക്കുവാണേ. ചൂടുണ്ടായിരുന്നേ. അങ്ങനെ നമുക്ക് ഉപ്പും കൂടെ മിക്സാക്കി അങ്ങനെ നമ്മുടെ എല്ലാത്തിലും നല്ല കണക്ക് തേച്ച് പിടിപ്പിക്കാവേ. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കുരുമുളകും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയും ഉപ്പൊക്കെ ഇട്ട് ആകുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. അങ്ങനെ നമ്മുടെ സ്പൈസി കോൺ റെഡിയായേ. പിന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.